ഞങ്ങളെ ദൈവമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ, നല്ല എതിരാവിലെ സമയത്ത് ഓർത്ത പശ്ചാത്തലിനെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടി ദൈവമേ നിന്റെ പാദപീഠത്തിൽ കടന്നു വരുവാനും നിന്നെ സ്തുതിക്കുവാനും നിന്നെ മഹത്വപ്പെടുത്തുവാനും അപ്പച്ചൻ്റെ പൊന്മുഖത്തെ തേടുവാനും ദൈവമേ നിന്റെ പാദത്തിൽ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും യാചിക്കുവാനും കർത്താവെ കണ്ണുനീരോടെ എല്ലാവരും നിന്റെ പാദത്തിൽ സമർപ്പിക്കുവാനും ദൈവടി തന്റെ ഭാഗ്യത്തിനായി, ബലത്തിനായി, സുഖത്തിനായി, ആരോഗ്യത്തിനായി, ദീർഘായുസിനായി സ്തോത്രം. കർത്താവെ ഇത്രത്തോളം ഇത് നടത്തി വന്നല്ലോ എന്ന ദൈവത്തെ സ്തുതിക്കുന്നു. കേരളത്തിൽ, ഇന്ത്യയിൽ, ഇന്ത്യക്ക് വെളിയിലുമായിരുന്ന് എന്നോട് പ്രാർത്ഥിക്കുന്ന MAG ഗോസ്പൽ വോയിസ് കുടുംബം കർത്താവെ ഭവനത്തിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും ഇതിൻ്റെ കരങ്ങളെ കൊണ്ടതിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പിച്ച അവരവരുടെ ആവശ്യങ്ങൾ, അവരുടെ കഷ്ടങ്ങൾ, കണ്ണുനീരുകൾ, പ്രയാസങ്ങൾ, അവരനുഭവിക്കുന്ന പങ്കപ്പാടുകൾ, കർത്താവെ ദാരിദ്ര്യങ്ങൾ, പട്ടിണികൾ, രോഗങ്ങൾ, പ്രയാസങ്ങൾ, ഭയങ്ങൾ, എല്ലാ വിധത്തിലും ഇതിൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന സകല കഷ്ടപ്പാടുകളിൽ നിന്ന് ഒരു വിടുതലെ കൊടുത്ത് അവരെ സന്തോഷത്തോടും സമാധാനത്തോടും ജീവനോടും ബലത്തോടും ദൈവമേ നിന്റെ കൃപയുള്ള കരത്തിൽ താങ്ങി നടത്തണമേ എന്ന് അപേക്ഷിക്കാൻ. ഒരുത്തരെയും കർത്താവെ ദുഷ്ടന്റെ കയ്യിൽ വിടരുതേ, നശിച്ചു പോകാൻ സമ്മതിക്കരുത്. ഒരുത്തർക്ക് ആപത്തോ അനർത്ഥമോ വന്ന് തകർന്നു പോകുവാൻ, ദൈവ സ്നേഹത്തെ വിട്ട്, ദൈവ സമൂഹത്തെ വിട്ട് മാറിപ്പോകുവാൻ, ദൈവമേ പാപത്തിലും ശാപത്തിലും വീഴുവാൻ, പിശാചിന്റെ ഒരു കണ്ണീരും കുഞ്ഞുങ്ങൾ അകപ്പെടാതെ അവരെ സൂക്ഷിക്കണമെന്ന് യേശുവിന്റെ നാമത്തിൽ കണ്ണുനീരോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ദൈവമേ ഞങ്ങളുടെ അപേക്ഷ കേട്ട് ഇറങ്ങി വന്ന് ദൂരത്തിലും സമീപത്തിലുമായിരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും നിന്റെ കരം തൊട്ട് അനുഗ്രഹിക്കണം, അവരെ ബലപ്പെടുത്തണം. അവരുടെ ആവശ്യങ്ങളുടെ എല്ലാ മുഖത്ത് സ്വർഗത്തിന്റെ കലവറ തുറന്നിരിക്കണം. ഒരു വിധത്തിലും നിന്റെ കുഞ്ഞുങ്ങൾ കഷ്ടപ്പെടുവാനോ വേദനിക്കുവാനോ കലങ്ങുവാനോ പ്രയാസപ്പെടുവാനോ ദൈവമേ സ്തോത്രം എവിടെയും ലജ്ജിക്കുവാനോ ദൈവം സമ്മതിക്കരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അടിയനെയും ബലപ്പെടുത്തണം, കൃപയ്ക്കുള്ള മറയ്ക്കണം. വൻ കാര്യത്തെ കർത്താവ് ചെയ്യണം. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. ദൈവത്തിന്റെ പൊന്നുനാമം മഹത്വമെടുക്കുമാറാകട്ടെ. MAG ഗോസ്പൽ വോയിസ് മൂലം ഒരു പ്രാവശ്യം കൂടി നിങ്ങളോട് ചേർന്ന് പ്രാർത്ഥിക്കാൻ ദൈവം തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ദൈവം നിങ്ങളെ വഴി നടത്തിട്ട് നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളുടെ മുഖത്തും ദൈവത്തിൻ്റെ കാര്യം നിങ്ങൾക്ക് അനുകൂലമായിരിക്കട്ടെ. നിങ്ങൾ ആരും ലജ്ജിച്ചു പോകാനോ തകരുവാനോ നശിക്കാനോ ദൈവം സമ്മതിക്കത്തില്ല. ഈ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ എല്ലാം എൻ്റെ കർത്താവ് അനുഗ്രഹിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കഴിഞ്ഞ 1-2 ദിവസങ്ങളിൽ ചില പ്രാർത്ഥന നിങ്ങൾക്ക് വരാതെ തടസ്സപ്പെട്ടിട്ടുണ്ട്. ദയവച്ച് ക്ഷമിക്കണം. എൻ്റെ പലയിടത്തുള്ള കൺവെൻഷൻ ആയിരുന്നു. 35 പേര് ദൈവകൃപയാൽ സ്നാനപ്പെടുവാൻ കർത്താവ് സഹായിച്ചിട്ടുണ്ട്. വലിയ അത്ഭുതങ്ങളും അതിശയങ്ങളും അടയാളങ്ങളും കർത്താവ് ചെയ്തു. അപ്പോസ്തലരുടെ കാലത്ത് നടക്കുന്ന അതേ അത്ഭുതങ്ങളും അടയാളങ്ങളുമാണ് ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം അതിനുള്ള ശക്തിയും എല്ലാം എടുത്ത് തന്നു. ഒത്തിരി ക്ഷീണമാണ് ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ അതെങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്ന തരത്തിൽ അതുപോലത്തെ ക്ഷീണമാണ്, അതുപോലത്തെ പ്രയാസങ്ങളാണ്. കാരണം അലച്ചിലും മീറ്റിങ്ങും, റെസ്റ്റില്ല, ഉറക്കമില്ല, കഠിന അധ്വാനത്തിൻ്റെ ഒരു ക്ഷീണങ്ങൾ ശരീരത്തിലുണ്ട്. നിങ്ങൾ തുടർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ദിവസം പോലും ഈ പ്രാർത്ഥന തടസ്സമില്ലാതെ നിങ്ങൾക്ക് വന്ന് ചേരുവാൻ കർത്താവിനെ ശക്തീകരിക്കണം. ഓക്കെയാ? നിങ്ങളുടെ പ്രാർത്ഥന ഇല്ലെങ്കിൽ ഞാൻ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പ്രാർത്ഥിക്കുന്ന ഒത്തിരി പേരുണ്ട്. നിങ്ങളുടെ കണ്ണുനീരും നിങ്ങളുടെ പ്രാർത്ഥനയുമാണ് ദൈവനെ ഇത്രത്തോളം ശക്തിയോടെ നിർത്തുന്നത്. ആരെയും കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം കൺവെൻഷൻ രാത്രിയും പകലും പോയി സ്റ്റേജിൽ പ്രസംഗിച്ചിട്ട് അപ്പുറമോ വന്ന് കിടന്ന് നിങ്ങൾക്ക് വേണ്ടി രാത്രി ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും പറ്റത്തില്ലാത്ത കാര്യമാണ്. പക്ഷേ ദൈവം തമ്പുരാൻ്റെ കൃപ കൊണ്ട് ഈ പ്രാർത്ഥന തടസ്സമില്ലാതെ പോകാൻ ദൈവം എത്രത്തോളം സഹായിച്ചു. ഇന്ന് 1251 ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം തന്നു. തുടർന്ന് കണ്ടിന്യൂ ചെയ്യാനുള്ള കൃപയും ബലനും അടിയിൽ ദൈവം തരണം. തുടർന്ന് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഓക്കെ? ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വാക്യം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41 അധ്യായത്തിൻ്റെ 14 വാക്യം. യെശയ്യാ 41:14. അവിടെ പറയുന്നത്, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. എത്ര വ്യക്തമായിട്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനത്തിലൂടെ നമ്മളോട് ഇടപെടുന്നത്. ദൈവം വിളിക്കുന്ന കണ്ടോ, പുഴുവായ യാക്കോബേ. ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്, ഞാൻ മനുഷ്യനല്ല, മനുഷ്യന്റെ കാൽ കീഴെ പോട്ട് ചവിട്ടി തേക്കുന്ന ഒരു പുഴു എന്ന് ദാവീദ് പറയുന്നുണ്ട്. അപ്പോൾ ഒരു മനുഷ്യന്റെ കാലിൻ്റെ കീഴെ ചവിട്ടി നശക്കി പൊട്ടിച്ച് കളയുന്ന ഒരു പുഴുവിന് സമമായി ദാവീദിനെ കൊണ്ട് താഴ്ത്തി കൊടുത്തപ്പോൾ ദൈവം അവനെ ഉയർത്തി രാജാവാக മാറ്റി. എന്തുമാത്രം അനുഗ്രഹമാണ് ആ താഴ്മയുള്ളവന് ദൈവം കൊടുത്ത് നമുക്കറിയാം. ഇവിടെ ദൈവം തന്നെ യാക്കോബെ ഇങ്ങനെ വിളിക്കുകയാണ്, പുഴുവായ യാക്കോബെ. അപ്പൊ ദൈവം നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ഒരു വെറും പുഴുവാണ്. നമുക്ക് ഒന്നും പറയാൻ നമുക്കൊന്നുമില്ല. നമ്മുടെ സാമർഥ്യമോ നമ്മുടെ പഠിത്തമോ നമ്മുടെ പണമോ നമ്മുടെ ബലമോ സുഖമോ ഒന്നുമില്ല. നമ്മൾ സാധാരണ ഒരു മനുഷ്യന്റെ കാലിന് കേട്ട് ഒരു ചവിട്ടിയൊട്ടെ പൊട്ടിത്തെറിച്ച് ചാമേനെ അളിഞ്ഞു പോകുന്ന ഒരു പുഴുവാണ് നമ്മൾ. അതാ ദൈവം വിളിക്കുന്നത്, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ എന്ന പരീക്ഷയെ. ദൈവത്തിന് സ്തോത്രം. ഭയപ്പെടേണ്ട, ഭയപ്പെടേണ്ട. ഈ ദിവസങ്ങളിൽ മുഴുവനും കർത്താവ് അതാ വിളിച്ച് പറയുന്നത്, ഭയപ്പെടേണ്ട. സകല മനുഷ്യനും அவங்க ഏത് കാറ്റഗറിയിൽ ഇരുന്നാലും ശരി, പണക്കാരനാണാലും
ഏഴയാണാലും സാധുവാണാലും കൂലിവേലക്കാരനാണാലും പഠിച്ചവനോ പഠിക്കാത്തവനോ ആരായിരുന്നാലും ഉയർന്നവനോ താഴ്ന്നവനോ ആരായിരുന്നാലും എല്ലാവരുടെ ഹൃദയത്തിലും ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഭയം ഇന്ന് പിടിച്ചിരിക്കുകയാണ്. അടുത്ത് എന്ത് സംഭവിക്കുമെന്ന് ആർക്കും അറിയത്തില്ല. എവിടെ പോയി നിൽക്കും, ഇത് എവിടെ പോയി നിൽക്കും, ഇത് എങ്ങനെ അവസാനിക്കും, ആർക്കും അറിയത്തില്ല. അതുപോലത്തെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഒരു സൂழ்நிலைയിലാണ് ഇപ്പൊ നമ്മുടെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവർക്കുമേ ഭയമാണ്. ഏത് വലിയ കൊമ്പനാണാലും ഭയം. ഇപ്പൊ കണ്ട് ഇവിടെ തമിഴ്നാട്ടിലെ റൗഡികളെല്ലാം ഇപ്പൊ ഷൂട്ട് ചെയ്ത് കൊല്ലുകയാണ്. റൗഡികളെല്ലാം കൊല നടുങ്ങി നിൽക്കുകയാണ്. ആർക്കും ധൈര്യമില്ല, ആർക്കും വെളി തല കാണിക്കാൻ വയ്യ. അവന്മാർ ഭയങ്കര റൗഡികൾ, എത്ര പേരെ കൊന്നവരാണ്. ഏതും തുണികരമായി നിന്ന് എല്ലാത്തിനും ചെയ്യാനുള്ള ശക്തിയുള്ളവരാണ്. ആരെ പേടിക്കത്തില്ല, ഒരുത്തരെയും പേടിക്കത്തില്ല. പക്ഷെ ഇപ്പോ അവരെല്ലാം പൂച്ചയുടെ മുന്നിൽ എലി പോലെ വിറച്ചു നിൽക്കുകയാണ്. അവരുടെ അകത്തും ഒരു ഭയം. എപ്പം നമ്മുടെ മേല് ആമീൻ തര പായും, എപ്പം നമ്മൾ മരിക്കും, നമ്മുടെ ജീവൻ എപ്പോ പോകും, അവർക്ക് അങ്ങനെ ഒരു ഭയം. എല്ലാവർക്കും ഭയം. അങ്ങനെ ദൈവം വിളിച്ചു പറയാണ്, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട. നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളിപ്പോ അനുഭവിക്കുന്ന ഏത് വിഷയമായിക്കൊള്ളട്ടെ, അതിന്റെ മുന്നിൽ നിങ്ങൾ ഭയന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ട. നിങ്ങളുടെ മെഡിക്കൽ റിപ്പോർട്ടായിരിക്കും, നിങ്ങളുടെ രോഗമായിരിക്കും, നിങ്ങളുടെ ഫൈനാൻഷ്യൽ ഞെരുക്കമായിരിക്കും, കടബാധ്യതയായിരിക്കും, കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതമായിരിക്കും, നിങ്ങളുടെ മുന്നോട്ടുള്ള പോകാൻ നിങ്ങൾക്ക് വഴിയില്ല, നിങ്ങളെല്ലാം മുട്ടിക്കിടക്കുകയായിരിക്കും, പല വാദം നിങ്ങൾ കടഞ്ഞു കാണുമായിരിക്കും, എല്ലാം നിങ്ങളെ വെറുത്ത് കാണും, കൈവിട്ട് കാണും, ഉപേക്ഷിച്ച് കാണും. ഏത് വിഷയമാണെങ്കിലും ഭയപ്പെടേണ്ട. ഭയപ്പെടണമെന്ന് കർത്താവ് പറയും. ഞാൻ പറയുന്നത്, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളിച്ചെയ്യുന്നു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ എന്നാണ് ദൈവം വിളിച്ചു പറയുന്നത്. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധനാണ്. ആ ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ കയ്യിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മൾ ഒന്നുകൊണ്ട് പരിഭ്രമിക്കേണ്ട. ആ ദൈവം തുടർന്ന് പറയുക, ഭയപ്പെടാതെ, ഞാൻ നിനക്ക് സഹായം ചെയ്യും. അപ്പോൾ എങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ സഹായം എന്നുള്ളത് സാധാരണമായിട്ടുള്ള സഹായമല്ല. ദൈവം നമ്മളെ സഹായിക്കുന്നെങ്കിൽ അത് വേറൊരുത്തിനോട് ചെയ്യാൻ പറ്റത്തുമില്ല. അങ്ങനെയെങ്കിൽ പൂർണ്ണമായി വിശ്വസിക്കുക, പൂർണ്ണമായി ഏറ്റെടുക്കുക. എൻ്റെ ദൈവം എന്നെ കൈവിടത്തില്ല, എൻ്റെ ദൈവം എന്നെ ഉപേക്ഷിക്കത്തില്ല, എൻ്റെ ദൈവം എന്നെ മറക്കുകയില്ല, എൻ്റെ ദൈവം എന്നെ തള്ളിക്കളയുകയില്ല, എൻ്റെ ദൈവം എന്നെ വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിക്കത്തില്ല. ഇങ്ങനെ നിങ്ങൾ പൂർണ്ണമായി ഏറ്റെടുക്കണം. അനേക കുടുംബങ്ങളിൽ ഭാര്യ ഭർത്താക്കന്മാർ സന്തോഷമായി ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നുകിൽ പെട്ടെന്ന് ഭാര്യ മരിക്കുന്നു. ജീവനായി രണ്ടുപേരും സ്നേഹത്തോടിരിക്കുമ്പോഴായിരിക്കും ഭാര്യ മരിക്കുന്നത്. ആ ഒരു പിരിവ് ലോകത്തിൽ ഒരുത്തിനെയും കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങയുടെ ഉള്ളത്തിൽ ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നത്, ഇനി എനിക്ക് ആരുണ്ട് ഈ ലോകത്തിൽ, ഒരു ചിറക് പൊറിഞ്ഞു പോയതുപോലെ. അതേ നേരത്തിൽ ഭർത്താക്കന്മാർ മരിക്കുന്നു. നല്ല ഭർത്താക്കന്മാർ ഭാര്യമാരെ വെളിയിൽ ഒരു കടയ്ക്ക് വിടാനോ മറ്റലയാനോ ഒന്നിനും വിടത്തില്ല. എല്ലാ കാര്യത്തെയും അവർ തന്നെ ഇത് ഉത്തരവാദിത്തോടെ ചെയ്യും. അപ്പോൾ ഭാര്യമാർക്ക് ഒരു കുഴപ്പമില്ല, വീടിനകത്തിരുന്ന് കാര്യങ്ങൾ നോക്കിയാൽ മതി, ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും സൂക്ഷിച്ച് നടത്തിയാൽ മതി. അവർ കുടുംബത്തെ ഒന്നുകൊണ്ടും അവർക്കൊരു പ്രാരാബ്ധമില്ല, ഒരു വിഷമമില്ല, ഒരു പാടില്ല, ഒന്നിനും അലയേണ്ട ആവശ്യമില്ല. എല്ലാം തൻ്റെ വീട്ടിൽ വരും. അങ്ങനെ സുഖമായിട്ട് സ്വർഗ സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഭർത്താവ് മരിച്ചു പോകുന്നത്. ആ കൊച്ചിന്റെ സ്ഥിതി ഒന്ന് ചിന്തിച്ചു നോക്കി. അവൾ എങ്ങോട്ടാ പോകുന്ന, 4 പേരെ കണ്ടു സംസാരിച്ചോ, ഒരു കടയിൽ പോയോ, ഒരു സാധനം മേടിച്ചോ, ഒരു കാര്യങ്ങൾ കൊടുത്തോ വാങ്ങിയോ, ഒന്നും ഒരു പരിചയവുമില്ല. അങ്ങനെ ജീവിച്ചത്, സന്തോഷത്തോടെ ജീവിച്ചതാണ്. പക്ഷെ ആ മരണം ഭയങ്കരമായിരിക്കും. അവിടെയും ഒരു വലിയ ഭയമുണ്ടാകും. ഞാൻ ഇനി എങ്ങനെ ജീവിക്കും, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും, എങ്ങനെ കുഞ്ഞുങ്ങളെ പുലർത്തും, എങ്ങനെ കുടുംബത്തെ നടത്തും, ആരെനിക്ക് സഹായമുണ്ട് എന്ന് നോക്കുമ്പോഴാണ് ദൈവം പറയുന്നത്, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും. ഭർത്താവ് പോയെങ്കിൽ പോട്ട്, ഭാര്യ പോയെങ്കിൽ പോട്ട്, അപ്പൻ പോയെങ്കിൽ പോട്ട്, അമ്മ പോയെങ്കിൽ പോട്ട്, എല്ലാവരും കൈവിടട്ടെ, ഞാൻ നിന്നെ സഹായിക്കും. നീ എന്തുകൊണ്ട് വിഷമിക്കുന്നു? ഞാൻ ഉണ്ടല്ലോ സഹായകൻ. ഞാൻ നിന്നെ കൈവിടത്തില്ല. ഞാൻ നിന്നെ വേർതിരിച്ചവനാണ്, വിളിച്ചവനാണ്, വിശ്വസ്തനാണ്. ഞാൻ നിന്നെ ഒരു നാളും മറക്കുകയില്ല, ഉപേക്ഷിക്കുകയില്ല. ഇങ്ങനെ ധൈര്യമായിട്ട് ദൈവം വിളിച്ചു പറയുമ്പോൾ നമ്മൾ എന്തിനു ഭയപ്പെടണം? ദൈവമാ പറയുന്നത്, പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളിച്ചെയ്തു. നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിന്റെ പരിശുദ്ധൻ തന്നെ. അവൻ എന്നെ വീണ്ടെടുത്തിരിക്കുകയാണ്. കഷ്ടത്തിൽ നിന്ന്, പാടിൽ നിന്ന്, മരണത്തിൽ നിന്ന്, രോഗത്തിൽ നിന്ന്, എല്ലാത്തിൽ നിന്ന് കർത്താവ് നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ്. മരണത്തിൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ്, നരകത്തിൽ നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ്, ഈ ലോകത്ത് ദൈവം നമ്മളെ വീണ്ടെടുത്തിരിക്കുകയാണ്. നമ്മൾ ദൈവത്തിന്റെ കുഞ്ഞുങ്ങളാണ്, ദൈവത്തിന്റെ സ്വത്താണ്, ദൈവത്തിന്റെ പ്രോപ്പർട്ടിയാണ്. നമ്മൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. കർത്താവ് എല്ലാം കരുതിക്കൊള്ളും. ദൈവം നമ്മളെ നടത്തും, ദൈവം നമ്മളെ പാതുകാത്ത് നമ്മളെ സൂക്ഷിക്കും. ദൈവത്തിന്റെ പരിപാലനം നമ്മുടെ കൂടെ ഉണ്ട്, ദൈവത്തിന്റെ കാവലുണ്ട്, അവന്റെ സൂക്ഷിപ്പുണ്ട്. അവൻ ഒരു നാളും നമ്മളെ കൈവിട്ട് ഉപേക്ഷിച്ച് പോകുന്ന ദൈവമല്ല. എനിക്ക് വയ്യ, എന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന് പറഞ്ഞ് കൈവിരിക്കുന്ന ദൈവമല്ല ഈ ദൈവം. ആ ദൈവമ്മ പറഞ്ഞു, ഞാൻ നിന്നെ സഹായിക്കും, നീ ഭയപ്പെടേണ്ട. അങ്ങനെയെങ്കിൽ അത് പൂർണ്ണമായി ഏറ്റെടുക്കുക, പൂർണ്ണമായി വിശ്വസിക്കുമ്പോൾ കർത്താവിന്റെ മഹത്വം നിങ്ങൾ അനുഭവിക്കാൻ ദൈവം നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ലളിതമായി സ്നേഹിക്കുന്ന വാത്സല്യ പിതാവേ,
ഈ 1251 ദിവസം ഒരു പ്രാവശ്യം കൂടി എൻ്റെ കുഞ്ഞുങ്ങളോട് ചേർന്ന് അല്പസമയം എടുക്കുവാനും പ്രാർത്ഥിക്കുവാനും കർത്താവ് ഒരു കൃപ തന്നല്ലോ, സമയം തന്നല്ലോ, ഇങ്ങനൊരു ദിവസങ്ങൾ തന്നല്ലോ. ഈ അതിരാവിലെ ഇരുട്ടോട് നിന്റെ പാദത്തിൽ വരുന്നത് നിന്റെ കുഞ്ഞുങ്ങൾക്ക് അത് അനുഗ്രഹമായി മാറുവാൻ, ഈ പ്രാർത്ഥന ഓരോ ഭവനത്തിലേക്ക് പോയി കയറുന്നത് അവർക്കത് സന്തോഷമായി കാണുവാൻ, കർത്താവെ നേരം വെളുക്കുന്നതിന് മുന്നേ ഈ പ്രാർത്ഥനയുടെ വീട്ടിലോട്ട് പോയി ചേരുമ്പോൾ അവരുടെ ജീവിതത്തിൽ ഈ പ്രാർത്ഥനയോട് കൂടെ അവരുടെ ആവശ്യങ്ങളെല്ലാം, അവരുടെ നന്മകളെല്ലാം ഇതോട് കൂടെ ആ ഭവനത്തിലേക്ക് ചെല്ലട്ടെ വെച്ച ഈ പ്രാർത്ഥന കൊണ്ട് പോയി കയറുമ്പോൾ ആ ഭവനത്തിലേക്ക് എല്ലാ ശാപങ്ങളും പാപങ്ങളും രോഗങ്ങളും എല്ലാ ഭയങ്ങളും പ്രയാസങ്ങളും പൈശാചിക ബന്ധനങ്ങളും പോരുകളും എല്ലാ ശാപങ്ങളും മരണ ഭയങ്ങളും യേശുവിന്റെ നാമത്തിൽ വെളിയെ പോകട്ടെ പിച്ച. ദൈവ സമാധാനം, ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ ദയവ്, ദൈവത്തിന്റെ കർത്താവേ വലിയ ഒരു പരിപാലനം ഓരോരോ ഭവനത്തിലും അനുഭവിക്കുവാൻ കർത്താവ് സഹായിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എല്ലാവരും തൃക്കരങ്ങളെ കേൾപ്പിക്കുന്ന പിച്ച. ഒരുത്തരും നീ കൈവിടരുതേ, ഒരുത്തരെ ഉപേക്ഷിക്കരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൈവദാസന്മാർക്കായി സ്തോത്രം, അവിടെ എല്ലാ ശുശ്രൂഷകൾക്കായി സ്തോത്രം, അവരുടെ ഭവനങ്ങൾക്കായി സ്തോത്രം, അവരുടെ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം, അവരുടെ ആവശ്യങ്ങൾക്കായി സ്തോത്രം. ഒത്തിരി ദൈവദാസന്മാർ ഫൈനാൻഷ്യൽ രീതിയിൽ, കർത്താവ് ശാരീരികമായ രീതിയിൽ, രോഗങ്ങളിനാൽ, പ്രയാസത്തിനാൽ, സഭകളിൽ പല പ്രശ്നങ്ങൾ, കർത്താവ് വിശ്വാസികൾ മൂലം വരുന്ന അനേക ഉപദ്രവങ്ങൾ, അനേക നിന്ദകൾ, പല രീതിയിൽ കർത്താവെ നശിച്ച് തകർന്ന് തരിപ്പണമായിരിക്കുന്ന ദൈവദാസന്മാർ അനേകർ ഇതിനകത്ത് ഉണ്ടപ്പിച്ച, അനേക മിഷണറീസ് ഉണ്ടപ്പിച്ച. അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണം അറിയാതെ, എങ്ങോട്ട് പോകുന്ന അറിയാതെ മുട്ടി നിൽക്കുന്നവർ ഒത്തിരി പേനകത്ത് ഉണ്ടപ്പിച്ച. അവരെല്ലാം നീ ബലപ്പെടുത്തണമേ, അവർക്കെല്ലാം നീ സഹായം ചെയ്യണമേ, അവരെ ആശ്വസിപ്പിക്കണമേ. അവരുടെ ആവശ്യങ്ങളുടെ എല്ലാ മുഖത്ത് സ്വർഗത്തിന്റെ കലവർ തുറക്കണം. ദൈവദാസന്മാരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹ കാര്യങ്ങൾ എല്ലാം കർത്താവ് അനുഗ്രഹിക്കണം. അതതിന്റെ സമയത്ത് മംഗളമായി ഓരോ കാര്യങ്ങളെ കർത്താവ് നടത്തി കൊടുക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, വിവാഹപ്രായമായിരിക്കുന്ന ആൺകുഞ്ഞുങ്ങൾ, പെൺകുഞ്ഞുങ്ങൾ ഒത്തിരി ഭവനത്തിലുണ്ട്. അത് ഓർത്ത് മാതാപിതാക്കൾ ഭയപ്പെടുന്നു. നാളേക്ക് എൻ്റെ കുഞ്ഞിൻ്റെ സ്ഥിതി എന്താകും, എൻ്റെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, എൻ്റെ കുഞ്ഞിന് എന്ത് സംഭവിക്കും, ഇങ്ങനെ ഭയന്ന് അവർ പേടിച്ച് വിറച്ച് നിൽക്കുകയാണ്. കർത്താവെ, കുഞ്ഞുങ്ങൾ ആൺകുഞ്ഞാണെങ്കിലും പെൺകുഞ്ഞായിരുന്നാലും അവരുടെ ആവശ്യങ്ങളെ കർത്താവ് അറിഞ്ഞ് അവർക്ക് ഏറ്റ ജീവിതത്തിൽ കർത്താവ് കൊടുത്ത് അത് സന്തോഷത്തോട് സമാധാനത്തോട് കുടുംബജീവിതം നയിക്കാനുള്ള കൃപ ദൈവം തന്നെ. സ്വർഗം ഏറ്റെടുക്കുന്ന, സ്വർഗം അംഗീകരിക്കുന്ന, സ്വർഗം ആഗ്രഹിക്കുന്ന പരിശുദ്ധമായ മെയ് വിവാഹം ആൺകുഞ്ഞുങ്ങൾക്ക് പെൺകുഞ്ഞുങ്ങൾക്ക് നടക്കുവാൻ കർത്താവ് സഹായിക്കണം. അതിൻ്റെ ഫൈനാൻഷ്യൽ ആവശ്യങ്ങളെല്ലാം സ്വർഗത്തിൻ്റെ കലവറ തുറന്ന് കൊടുക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. പഠിച്ചു കഴിഞ്ഞ് ജോലിക്ക് നിൽക്കുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരി പേരുണ്ട്. അവർക്ക് നല്ല ജോലി, അവർ പഠിച്ചിരിക്കുന്ന അതേ നല്ല ജോലി ലഭിക്കുവാൻ കർത്താവ് കൃപ തരണം. ഫോറിൻ കൺട്രിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. അതിനുള്ള വഴികൾ കർത്താവ് തുറന്നു കൊടുക്കണം. ഫൈനാൻഷ്യൽ എല്ലാ ആവശ്യങ്ങളും കർത്താവ് സഹായിക്കണം. കർത്താവെ, നല്ല ഏജന്റുകളെ കിട്ടണം. ഒരുത്തരും കളിപ്പിക്കരുത്, ഒരുത്തരും കൈവിടരുത്, ഒരുത്തരും ഉപേക്ഷിക്കരുത്, ഒരുത്തരും കുഞ്ഞുങ്ങളെ നശിപ്പിക്കാൻ നീ സമ്മതിക്കരുത്. അതേപോലെ അവർക്ക് നീ വഴികൾ തുറന്ന് കൊടുക്കണം പ്രാർത്ഥിക്കാൻ. ഫോറിൻ കൺട്രി ജോലി ചെയ്യുന്ന കുഞ്ഞുങ്ങൾ ഒത്തിരി പേരുണ്ട് പിച്ച. അവരുടെ ഈ പ്രാർത്ഥനയിലുണ്ട്. ഓരോ കൺട്രികളിലും ഇരിക്കുന്ന കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവരവർ ചെയ്യുന്ന ജോലി സ്ഥലത്ത്, അവരവർ താമസിക്കുന്നിടത്തിൽ, അവരവർ ജീവിക്കുന്ന എല്ലാ ഇടങ്ങളിലും കർത്താവിന്റെ കാവലും സൂക്ഷിപ്പിരിക്കണം എന്ന് പ്രാർത്ഥിക്കുകയാണ്. എല്ലാ ഇളം ദമ്പതികൾക്കായി സ്തോത്രം. വിവാഹം കഴിഞ്ഞ് എത്രയോ ഭാര്യ ഭർത്താക്കന്മാർ ഭിന്നിച്ചിരിക്കുന്നു. ഭാര്യയുടെ ഭർത്താവിടത്തിലായിട്ട് ഇടിഞ്ഞു കിടക്കുന്ന പിച്ച. അങ്ങനെ ഭിന്നിച്ച് കിടക്കുന്ന കുടുംബങ്ങളെല്ലാം ഒന്നിച്ചേരുവാൻ കർത്താവിന്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. അവർക്ക് ദൈവഭയം കൊടുക്കണം. ഇങ്ങനെ ഞങ്ങൾ തിരിഞ്ഞിരുന്നാൽ ഞങ്ങൾ സ്വർഗത്തിൽ പോകാൻ പറ്റത്തില്ല, ഞങ്ങൾ നരകത്തിന്റെ അവകാശികളായി മാറും, ദൈവം ഞങ്ങളെ സ്വർഗത്തിൽ ഏറ്റെടുക്കത്തില്ല എന്നുള്ള ആ ചിന്ത കൊടുത്ത് ഭാര്യയും ഭർത്താവ് ഒന്നിച്ചു ചേരുവാൻ, കൈകോർക്കുവാൻ, ഒന്നിച്ച് മുട്ടുമടക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, ക്ഷമയോദിക്കുവാൻ, നിരപ്പ് പ്രാപിക്കുവാൻ കർത്താവ് സഹായിക്കണം. ഇതിന്റെ മധ്യയെ പ്രവർത്തിക്കുന്ന ദുഷ്ടന്റെ കരം മുറിഞ്ഞു വീഴുമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, സ്തോത്രം. മാതാപിതാക്കളില്ലാത്ത കുഞ്ഞുങ്ങളുണ്ട് പിച്ച. അവർക്കെല്ലാം നല്ല ബുദ്ധിയും ജ്ഞാനവും കൊടുക്കണം. ഒരു പാപത്തിലും കുഞ്ഞുങ്ങൾ പോകരുത്. അപ്പനും അമ്മയും നടത്തിനേക്കാളും മേന്മയായി എൻ്റെ കർത്താവ് എൻ്റെ കുഞ്ഞുങ്ങളെ കാത്തു സൂക്ഷിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവ്, പ്രഗ്നന്റ് ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾ അനേകരുണ്ട്. അവർക്ക് ഏറ്റവും സമയത്ത് സുഖമായിട്ടുള്ള പ്രസവം കൊടുക്കണമേ. അമ്മയ്ക്കും കുഞ്ഞിനൊരു ആപത്തില്ലാതെ നീ സൂക്ഷിക്കണമേ. ദൈവത്തിന്റെ അത്ഭുതകരം അവിടെ പ്രവർത്തിക്കണം പ്രാർത്ഥിക്കുകയാണ്. അതേപോലെ പ്രസവമായിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ആ അമ്മയ്ക്കും കുഞ്ഞിനും ഒരു ആപത്തില്ലാതെ അവർക്ക് നല്ല കാവലും സൂക്ഷിപ്പ് കൊടുത്ത് അവരെ അനുഗ്രഹിച്ച് അവരെയും ബലപ്പെടുത്തണമേ എന്ന അപ്പച്ചന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ഒരുത്തർക്കും ഒരാപത്തും ഒരനർത്ഥം വരുവാൻ എൻ്റെ ദൈവം സമ്മതിക്കരുത് അപ്പച്ച. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നു, കരങ്ങളേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതം നീ പ്രവർത്തിച്ചാട്ട്. പഠിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസത്തിന്റെ ആവശ്യങ്ങൾ എല്ലാം കർത്താവ് തന്നെ സഹായിക്കണം. വിവാഹപ്രായമായി കർത്താവെ കുഞ്ഞുങ്ങളെ അയച്ചു വയ്ക്കുവാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. അവർക്ക് നീ വഴികൾ തുറക്കണം. ഒരു ഭവനമില്ലാത്തവരുണ്ട്, വസ്ത്രമില്ലാത്തവരുണ്ട്, ഒരു നേരം ആഹാരത്തിന് വഴിയില്ലാത്തവരുണ്ട്, ക്ഷീണിതരുണ്ട്, രോഗികളുണ്ട്. അവരെല്ലാം കർത്താവ് ആശ്വസിപ്പിക്കണം, ബലപ്പെടുത്തണം, അവർക്ക് സഹായിക്കണമെന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഒരുത്തരെയും വെറുക്കരുതേ, ഒരുത്തരെ ഉപേക്ഷിക്കരുതേ, ഒരുത്തരെയും കൈവിടരുതേ, ഒരുത്തരെയും തള്ളിക്കളരുത് പിച്ച. ഇന്ന് തലചായ്ക്കാൻ ഇടമില്ലാത്ത ഒത്തിരി പേരുണ്ട്. അവർക്കൊരു ഭവനത്തെ കൊടുക്കണമേ. ഭവനത്തിന്റെ പണികൾ ആരംഭിച്ച് അത് പൂർത്തീകരിക്കാൻ കഴിയാത്ത കുഞ്ഞുങ്ങളുണ്ട്. അവർക്ക് നീ വഴികൾ തുറക്കണമേ. കടബാധ്യതയിലെ മുഴുകിക്കിടക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. ആ ശാപത്തിൽ നിന്ന് വിടുതൽ കൊടുക്കണമേ. തീരാതെ രോഗികൾ കർത്താവെ, വൈദ്യനാലോ മരുന്നിനാലോ ഈ ഉലകത്തിലേക്ക് മെഡിക്കൽ സയൻസിനാലോ ഒന്നും രക്ഷിക്കാൻ കഴിയാതെ തീരാതെ രോഗത്തില്
നാറിക്കിടക്കുന്ന അഴുകിക്കിടക്കുന്ന ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് അപ്പച്ച. അവർക്കെല്ലാം നീ നീക്കുപോക്ക് വിടുതൽ സൗഖ്യം കൊടുക്കണം, ആരോഗ്യം കൊടുക്കണമെന്ന് അപ്പച്ചൻ്റെ നാമത്തെ പ്രാർത്ഥിക്കാൻ. ഈ ദിവസങ്ങളിൽ അടിയാൻ പോയി കർത്താവേ സുവിശേഷം പ്രസംഗിച്ചു വന്നിരിക്കുന്ന എല്ലാ സഭകൾക്കായി സ്തോത്രം. കർത്താവേ വചനം കേട്ട കുഞ്ഞുങ്ങളെല്ലാം നീ അനുഗ്രഹിക്കണമേ, ആശ്വസിപ്പിക്കണമേ. സൗഖ്യം പ്രാപിച്ചവർക്ക് അത് നിരന്തരമായി ആ സൗഖ്യം നിൽക്കാൻ കർത്താവ് കൃപ നൽകുമെന്ന് പ്രാർത്ഥിക്കുന്നു. അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് അപ്പച്ച. സ്നാനപ്പെട്ട് കർത്താവെ അർപ്പണിച്ച് സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളെല്ലാവരെയും 35 പേരെയും കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഒരുത്തരും നശിക്കരുത്, പിന്മാറ്റത്തിൽ പോകരുത്. അവരെല്ലാം കർത്താവ് ബലപ്പെടുത്തി കൃപയും നിർത്തണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അടിയാൻ കാൽവെച്ച് വന്ന സഭകൾ, അടിയൻ താമസിച്ച ഭവനങ്ങൾ, അടിയനെ സഹായിച്ച വാഹനങ്ങളിലേക്ക് കൊണ്ടുപോയി കർത്താവ് എനിക്ക് ശുശ്രൂഷ എല്ലാ കുഞ്ഞുങ്ങളെയും ഏതെല്ലാം വിധത്തിൽ എനിക്ക് സഹായം ചെയ്തോ അവരെല്ലാം കർത്താവ് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർ ഒത്തിരി പേരുണ്ട് അപ്പച്ച. ദേശം മുഴുവനും കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നുകളുണ്ട്. അവരെല്ലാം കർത്താവ് ബലപ്പെടുത്തിക്കാട്ട്. അവരുടെ പ്രാർത്ഥന കൊണ്ട് ഇത്രത്തോളം നിൽക്കുവാൻ ദൈവം സഹായിച്ചല്ലോ. ഇന്നും അവരെ പ്രാർത്ഥിക്കാൻ കർത്താവ് ശക്തീകരിക്കണം പ്രാർത്ഥിക്കാൻ. വയസ്സെന്ന അപ്പച്ചന്മാർ അമ്മച്ചിവൻ അനേകർ ഇതിനകത്തുണ്ട് അപ്പച്ച. അവർക്കൊരു ആപത്തനത്വങ്ങൾ ഒന്നും വരരുത് അപ്പച്ച. അവർക്ക് നല്ല കാഴ്ച കൊടുക്കണം, കാത് കേൾക്ക കൂടി കൃപ കൊടുക്കണം, നല്ല ദഹനശക്തി കൊടുക്കണം, ഉറക്കം കൊടുക്കണം. ഒരാപത്ത് പോലും അവർക്ക് വരാതെ കർത്താവിനെ സൂക്ഷിക്കണം. ഒത്തിരി വിധവമാർ ഈ പ്രാർത്ഥന ഉണ്ട് ദൈവമേ. അവർക്കെല്ലാം ഒരു ആശ്വാസമായി, ഒരു നിത്യ പുരുഷനായി, നിത്യ മണവാളനായി എൻ്റെ ദൈവം ഇരുന്ന് അവരെ കാക്കണം, സൂക്ഷിക്കണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓരോരോ ജോലികൾ ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട് പച്ച. കൂലി വേല ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട്, കെട്ടിട വേല ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. വീട്ടുവേല ചെയ്യുന്ന കുഞ്ഞു ഒത്തിരി അവരുടെ നിത്യവൃത്തിക്ക് വേണ്ടി കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്ന കുഞ്ഞുങ്ങൾ ഫോറിൻ കൺട്രികളിലും ഇന്ത്യയിലും കർത്താവെ അനേക കേരളത്തിലും പലയിടങ്ങളുണ്ട് പച്ച. ഓരോ കഷ്ടപ്പാടിൻ്റെ മധ്യയിലും ദൈവത്തിൻ്റെ കരം കൊണ്ടിരിക്കണം. ദൈവം അവരെ ബലപ്പെടുത്തണം, ദൈവം അവരെ താങ്ങണം, ദൈവം അവരെ സഹായിക്കണം. അവരുടെ ആവശ്യങ്ങളെല്ലാം മുഖത്ത് സ്വർഗത്തിൻ്റെ കലവറ കൂടെ ഇരിക്കണം എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ഭവനം, അടിയുടെ കുഞ്ഞുങ്ങൾ, അതിൻ്റെ ശുശ്രൂഷകൾ, അതിന് കൊടുത്തിരിക്കുന്ന എല്ലാ ദൈവദാസന്മാർ, അവരുടെ ഭവനങ്ങൾ, എല്ലാ ശുശ്രൂഷകളെയും കർത്താവ് മാനിക്കണം. ഇനി പോക വേണ്ടിയ കൺവെൻഷൻ മീറ്റിംഗ് എല്ലാം കർത്താവ് അനുഗ്രഹിക്കണം. പോകാനുള്ള ബലനും കൃപയും ശക്തിയും ദൈവം തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തമിഴ്നാട്ടിലും കേരളത്തിലും പലയിടങ്ങളിൽ ഡേറ്റുകൾ കൊടുത്തിട്ടുണ്ട് പച്ച. അവിടെ എല്ലാ ശക്തിയോട് കർത്താവ് കൊണ്ടുപോകണം. അപ്പോസ്തലരുടെ കാലത്ത് അതേ അത്ഭുതങ്ങളും അടയാളങ്ങളും തുടർന്ന് നടക്കുവാൻ, അനേക രക്ഷയിലേക്ക് കടന്നു വരുവാൻ, അനേകരുടെ പേര് ജീവിതത്തിൽ എഴുതി പതിക്കുവാൻ, അനേകരെ സൗഖ്യം പ്രാപിക്കാൻ, വിടുതൽ പ്രാപിക്കുവാൻ, സഭകളെല്ലാം കർത്താവെ ബലപ്പെടുവാൻ, രൂപാന്തരം പ്രാപിക്കുവാൻ, സ്ഥിരപ്പെടുവാൻ കർത്താവ് കൃപ തരണം. ഞങ്ങളുടെ ശക്തിയും എല്ലാം തന്നാട്ട് ഇത്രത്തോളം താങ്ങിയല്ലോ, ബലപ്പെടുത്തിയല്ലോ, അതിനായി സ്തോത്രം. ചെയ്തെല്ലാം ഉപകാരങ്ങൾക്കായി നന്ദി. ഈ പ്രാർത്ഥന വഹിച്ചെല്ലാം ദൈവം കൂടെ പോകണം, അവരെല്ലാം നീ ആശ്വസിപ്പിക്കണം. ഈ വാക്ക് അങ്ങനെ തന്നെ പാലിക്കണം വെച്ചാ നടക്കണം. പുഴുവായ യാക്കോബേ, ഇസ്രായേൽ പരീക്ഷയെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ സഹായിക്കും എന്ന് യഹോവ അരുളി ചെയ്യും. നിന്റെ വീണ്ടെടുപ്പുകാരനായ ഇസ്രായേലിൻ്റെ പരിശുദ്ധൻ തന്നെ എന്ന് പറഞ്ഞ് കർത്താവ് നീ ധൈര്യപ്പെടുത്തിയല്ലോ. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. പ്രാർത്ഥനയായി സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പിതാവേ, ആമേൻ, ആമേൻ. നിശ്ചയമായി ഇത് വിശ്വസിക്കുക, ഏറ്റെടുക്കുക. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. എനിക്ക് വേണ്ടി അധികമായി പ്രാർത്ഥിക്കണം. ഓക്കെ, താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.